ഗ്രീൻ മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ചെമ്മണമ്പാതിയിലുള്ള ഒരു പാവൽത്തോട്ടം ചെയ്യുന്ന ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈറസ് വന്നൊരു സാഹചര്യം കാണാനിടയായി. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് പ്രതിവിധിയായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പാവൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈറസ് എഫക്റ്റഡാണ്. എല്ലാം തന്നെ വൈറസ് എഫക്റ്റഡായിട്ട് വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. വൈറസ് ബാധിച്ച ചെടികളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ വൈറസ് ബാധിതയെ നമ്മൾ മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. നമ്മൾ ഇവിടെ വളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും തന്നെ വൈറസ് ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ സീഡ് ബോൺ ഡിസീസുകളെ, വിത്തിൽ നിന്നുണ്ടാകുന്ന ഡിസീസുകളില്ലേ, വിത്തിൽ നിന്നുണ്ടാകുന്നു, അതിനെ ഓവർകം ചെയ്യാൻ ST ബെസ്റ്റാണ്. എല്ലാത്തിലും തന്നെ ഈ വൈറസ് ബാധിത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതിന് പ്രതിവിധിയായിട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നെന്ന് പറയുന്നത്, നമ്മൾ ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ 4 ml വൈറസോള്, 2 ml ST, 3 ml ഗ്രോ, 1 ml സ്ട്രെസ് ഔട്ട് സ്പ്രെഡോൾ എന്നുള്ള കണക്കിലാണ് ഇപ്പം നമ്മൾ 4 ഐറ്റം എടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങളാണ് നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ 1/4 ലിറ്ററൊക്കെ വെച്ച് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് എത്ര ദിവസമായി അറിയാമോ? കഴിഞ്ഞ മാസം 24-ാം തീയതി. ഏകദേശം ഡേറ്റ് പറഞ്ഞേ ഒരു 2 ആഴ്ചയ്ക്ക് മുകളിലായി. 3 ആഴ്ചയായി. എല്ലാത്തിലും തന്നെ വൈറസ് ബാധ്യതയുണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഗ്രീൻ പ്ലാനറ്റിൻ്റെ സാധനങ്ങൾ കൊടുക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് ബാക്കിയുള്ള അടിവളമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ കൊടുക്കുന്നതായിരിക്കും.